ഹലോ ഗായ്സ്, നമുക്കൊരു ട്രിപ്പ് പോയാലോ? രാവിലെ തന്നെ നമ്മൾ വെളുപ്പിനെ എണീറ്റ് റെഡിയായി ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, നേരത്തെ തന്നെ എണീറ്റ് റെഡി ആകുമല്ലോ. അങ്ങനെ എണീറ്റ് റെഡിയായി കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുവാണ്. ഇപ്പോൾ ഒരു അവസരം കിട്ടി, എന്നാൽ എല്ലാവരും കൂടെ പോയേക്കാമെന്ന് കരുതി. എന്തായാലും ഞാനും എൻ്റെ അമ്മയുടെ ഫാമിലിയും ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് അവരൊക്കെ ആയിട്ട് വേണം പോകാനായിട്ട്. ഇതാ അവിടെ എത്തി അമ്മൂമ്മേനെ പിക്ക് ചെയ്തു. പുറകിൽ കസിനും അമ്മയുടെ ചേച്ചി അവരെല്ലാവരും കൂടെ ഒരു വണ്ടിയിലുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ട് അവിടെ ഇറങ്ങിയതാണ്. അവിടെ ഇറങ്ങിയപ്പോൾ നിറയെ കുരങ്ങ് കുഞ്ഞുങ്ങളായിരുന്നു. എന്ത് രസമായിരുന്നു കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയോ തല്ലിടുകയോ ഒക്കെ ചെയ്യുന്നു. പക്ഷേ വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലായിരുന്നു, നോട്ട് ദ പോയിൻറ്റ്. പക്ഷെ കുറേ കുരങ്ങുകളെ കാണാൻ പറ്റി. അവർ ഭയങ്കര അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വേണ്ട മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വാഗമണിലോട്ടാണ്. അവിടെ പോകുന്ന വഴി എടുത്താണ്. തൊട്ട് പുറകിൽ അവർ വരുന്ന വണ്ടിയാണ്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് അവിടെ എത്തി കല്യാണത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടാണ് ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്തത്. കാരണം നേരത്തെ ചെയ്ത് അതൊക്കെ കുളമാവുമല്ലോ. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ ആൻഡ് ലിപ്സ്റ്റിക് അമ്മയ്ക്കും പേരമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഒരുക്കി. നിങ്ങൾ നോക്കി ഒന്ന് ഓർത്ത് നോക്കിക്ക്, നമ്മളെ കുഞ്ഞിലെ അവർ കണ്ണെഴുതി പൊട്ട് തൊട്ട് ബ്യൂട്ടി സ്പോട്ടൊക്കെ ഇട്ട് തരും. ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിത് അവർക്ക് എന്തോരം ഒരുക്കി കൊടുക്കും. എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ നമ്മളോട് വന്ന് ചോദിക്കും. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. നമ്മൾ ശരിക്കും എന്താ പറയുക, അവർ നമ്മളെ ചെറുപ്പത്തിൽ നോക്കിയ പോലെയാണ് നമ്മളവരെ വലുതാവുമ്പോൾ നോക്കണ്ടേ അല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവരുടെ കൂട്ടത്തിൽ. എന്തായാലും എന്താ അവരെ ഒരുക്കി ഞാനും ഒരുങ്ങി സുന്ദരിയായിട്ട് നമ്മൾ പോവാനായിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ കല്യാണ സ്ഥലം എത്തി. ഇതാട്ടോ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ പെട്ടൊരു സാധനമാണ്. അച്ഛനും ഇത് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും പറയത്തേ ഉള്ളൂ ആൾ പ്രവർത്തിച്ചു എന്നൊക്കെ. കല്യാണ ചെക്കൻ്റെ അച്ഛൻ്റെ പരിപാടിയാട്ടോ. വരുന്ന എല്ലാവർക്കും ഒരു പൂമരത്തണൽ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് മംഗല്യവൃക്ഷം എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് കൊണ്ടുപോകട്ടോ. എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളും എടുത്തിട്ട് വന്നു കേട്ടോ. അച്ഛൻ ഇതെന്തായാലും ഒരു എല്ലാവർക്കും ഉള്ള മെസ്സേജാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ അങ്കിളിനോട് പോയി കണ്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ അവളുടെ കല്യാണത്തിന് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയി. അവിടെ എത്തിയതാ ഇവിടെ ഏലപ്പാറയിലായിരുന്നു കല്യാണം. പാർത്ഥസാരഥി ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. നിങ്ങൾ നോക്ക്, ചുറ്റിനും തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിരുന്നു കേട്ടോ കല്യാണം. അവിടെ ചെന്ന് നല്ല ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ ഇതാ സദ്യ കഴിക്കാനായിട്ടിരിക്കുകയാണ്. സദ്യയിലും ഫുഡൊക്കെ നമ്മുടെ മെയിൻ സാധനങ്ങളാണല്ലോ. അങ്ങനെ ഇതാ കഴിക്കാനിരുന്ന് പരിപ്പ് നെയ്യ് എല്ലാം കൂട്ടി ഫുഡും കഴിച്ചു, പായസവും കഴിച്ചു കഴിഞ്ഞു. അവിടെ ഇതാ കണ്ട ഒരു മരം, പിന്നെ അതിൻ്റെ ചുറ്റിനും കുറച്ച് തേയിലക്കാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഞാൻ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നില്ല, അപ്പോൾ പിന്നെ വാഗമൺ പോകാതിരിക്കൂലല്ലോ. അങ്ങനെ ഞങ്ങൾ വാഗമൺ എത്തി, പൈൻ വാലി എത്തി. അവിടെ നിന്ന് അവർ കുറച്ച് കണ്ണടയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്തായാലും വാഗമൺ പോകുമെന്ന്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വാഗമണിൽ പൈൻ ഫോറസ്റ്റിലൊക്കെ എത്തി. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. ഞങ്ങൾ 3 പേരെ അകത്ത് കയറി കേട്ടോ. അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞ് താഴെ വരെ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് 30 രൂപയായിരുന്നു ടിക്കറ്റ് ഫീ. അങ്ങനെ 90 രൂപയായി. അതിനകത്തും കുറേ കുഞ്ഞു കുരങ്ങുകുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കാം, എൻ്റെ ചെരുപ്പ് മാറാൻ മാത്രം പറ്റിയില്ല. ഡ്രസ്സൊക്കെ വേറെ എടുത്തു. അങ്ങനെ തെന്നി വീണുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു മലയുടെ മുകളിൽ കയറി. അപ്പോൾ എല്ലാവരും വന്നിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുവാണ്. നമ്മുടെ മറ്റേ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ പറയുന്ന പോലെ ഫിലിം ക്യാമറയിൽ പതിയാൻ പോകുന്ന ചിത്രമൊന്നുമല്ല. ഇതെൻ്റെ കുറേ നാളത്തെ സ്വപ്നം, എൻ്റെ സ്വർഗ്ഗമാണിത്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാമിലി എല്ലാവരുമായിട്ടിരിക്കുന്ന ഈ ഹാപ്പി ആയിട്ടുള്ള ഈ മൊമെൻ്റാണ് എൻ്റെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.